എന്തുകൊണ്ട് 9 കൊല്ലം മുന്നേ ഈ സ്വരാജിനെ വെച്ചില്ല, സ്വരാജിന് എന്തുകൊണ്ട് കൊടുത്തില്ല? ഇപ്പോൾ പിടിച്ചിട്ട് അരിവാൾ പറഞ്ഞ ഓരോ വീട്ടിൽ കയറിയിട്ട് നമ്മുടെ ചിഹ്നമാണ്, നമ്മൾ ഔദ്യോഗിക ചിഹ്നം കിട്ടിയെന്ന് നിങ്ങൾ അതുകൊണ്ട് സ്വരാജിന് ചെയ്യണം എന്ന് പറയുമ്പോൾ ഈ മാർക്സിസ്റ്റുകാർ കുടുംബം പറയാം 9 കൊല്ലം മുമ്പ് എവിടെയായിരുന്നു? 9 കൊല്ലം മുമ്പ് ഉണ്ടല്ലോ ഈ സ്വരാജ് ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ, ഈ ചിഹ്നം ജീവിച്ചിരിക്കുന്നുണ്ട്. ഇവിടെ എന്തായാലും UDF-നാണ് സാധ്യത. ആരാണ് പ്രവർത്തനത്തിൽ മുന്നിട്ട് നിൽക്കുന്ന അറിയാമോ? സ്വരാജ് തന്നെയാണ് ഇവിടെ ജയിക്കാൻ സാധ്യത. ഇവിടെ വിജയ സാധ്യത എന്തായാലും ആര്യാടൻ ഷൗക്കത്തിനാണ്. ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കേണ്ടത് നമ്മളൊക്കെ ഒരു ആവശ്യമാണ്, നിലമ്പൂരിൻ്റെ ഒരു ആവശ്യമാണ്. കാരണം വെച്ചാൽ ഇവിടെ 9 കൊല്ലം MLA ആയി നിന്ന ഒരാൾ, ഇവിടെ ഒരു സ്വതന്ത്ര MLA ആയിട്ട് നിന്ന ഒരാളാണ് ഇപ്പോഴും വീണ്ടും സ്വതന്ത്ര MLA ആയിട്ട് മത്സരിക്കാൻ നിൽക്കുന്നത്. അപ്പോൾ രാജ്യത്തിന് വലിയൊരു നഷ്ടം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു രാജ്യമായിരുന്നു അദ്ദേഹം വെച്ചത്. മുൻപ് അൻവറിനോട് സപ്പോർട്ട് ചെയ്ത് വോട്ട് ചെയ്ത ആളാണോ? അത് നമ്മളല്ല, നമ്മൾ ചെയ്തിട്ടുള്ള ചെയ്തവരൊക്കെ ഉണ്ട് ഇവിടെ, അങ്ങനെ ചെയ്തവരൊക്കെ തിരിഞ്ഞിട്ടുണ്ട്. കാരണം അൻവറിനെ ഒരു വ്യക്തിയായിട്ട് അങ്ങനെ കാണേണ്ട കാര്യമില്ല. കാരണം അൻവറിന്റെ രാഷ്ട്രീയ ഇത് പറയാണ്. ഇവിടെ ഇപ്പോൾ സ്വരാജാണ് പിന്നെ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിക്കുന്നത്. പല മാർക്സിസ്റ്റുകാരും ചോദിക്കുന്നത് ഈ അരിവാൾ ചുറ്റിക ചിഹ്നം എന്തുകൊണ്ട് 9 കൊല്ലം മുന്നേ ഈ സ്വരാജിനെ വെച്ചില്ല, സ്വരാജിന് എന്തുകൊണ്ട് കൊടുത്തില്ല? ഇപ്പോൾ പിടിച്ചിട്ട് അരിവാൾ പറഞ്ഞ ഓരോ വീട്ടിൽ കയറിയിട്ട് നമ്മുടെ ചിഹ്നമാണ്, നമ്മൾ ഔദ്യോഗിക ചിഹ്നം കിട്ടിയെന്ന് നിങ്ങൾ അതുകൊണ്ട് സ്വരാജിന് ചെയ്യണം എന്ന് പറയുമ്പോൾ ഈ മാർക്സിസ്റ്റുകാർ കുടുംബം പറയാം 9 കൊല്ലം മുമ്പ് എവിടെയായിരുന്നു? 9 കൊല്ലം മുമ്പ് ഉണ്ടല്ലോ ഈ സ്വരാജ് ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ, ഈ ചിഹ്നം ജീവിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ പണക്കാരനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ പോയത് ചിഹ്നം മാഞ്ഞു പോയി, കാശ് കണ്ടപ്പോൾ ചിഹ്നം മാഞ്ഞു പോയി. അതാണ് ഇവിടുത്തെ മാർക്സിസ്റ്റുകാർ തന്നെ പറയുന്നത്. കാരണം നമുക്ക് അവരെ മുന്നിൽ നിന്ന് അങ്ങനെ പറയാൻ പറ്റില്ല, പക്ഷെ നമ്മൾ വോട്ടാവുമ്പോൾ അത് വോട്ടാക്കി മാറ്റും നമ്മൾ. ചേട്ടൻ്റെ അഭിപ്രായം എങ്ങനെയാ? എൻ്റെ അഭിപ്രായം ഇവിടെ നമുക്ക് പരമായിട്ടും ഒരു അഭിപ്രായമുള്ളത് ഷൗക്കത്ത് ജയിക്കുന്നുള്ള. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചിഹ്നം 9 വർഷമായിട്ട് നിലമ്പൂര് മാഞ്ഞു പോയതല്ലേ പറയണത്, ഇപ്പോഴല്ലേ തെളിഞ്ഞു വന്നത്? അതിന്റെ മുമ്പ് എവിടെയെന്നും എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നിലനിൽപ്പുള്ള ഒരു പാർട്ടിയാണ്, അത് ജയിക്കും, പരിപൂർണമായിട്ട് ജയിക്കും എന്നുള്ള ഞങ്ങളുടെ വിശ്വാസം. ഓക്കെ, തെരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ. അതെ. ആരാണ് ഇവിടെ ജയസാധ്യത കൂടുതൽ, അല്ലെങ്കിൽ ഇത്തരം ഒരു തെരഞ്ഞെടുപ്പ് ജനാധിപത്യ സംവിധാനത്തിൽ ആവശ്യമായിരുന്നു? ഇന്നത്തെ അവസ്ഥയിൽ ഇവിടെ തെരഞ്ഞെടുപ്പ് അനാവശ്യമാണെന്ന് എൻ്റെ അഭിപ്രായം. കാരണം സാധാരണ ജനങ്ങൾ വളരെ പ്രയാസപ്പെടുകയാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പാണെങ്കിലും പല പ്രയാസങ്ങൾ ആളുകൾക്കുണ്ട്. പുറത്തേക്ക് ഇറങ്ങാനും മറ്റുള്ള പ്രയാസങ്ങൾ, ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അതേമാതിരി തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ വരുന്ന ആളുകൾക്കും പ്രയാസങ്ങളാണ്. ഈ ഒരു 9 മാസത്തിന് വേണ്ടിയിട്ട് ഈ ഒരു തെരഞ്ഞെടുപ്പ് വ്യക്തിപരമായിട്ട് എനിക്ക് വലിയ യോജിപ്പില്ലാത്ത തെരഞ്ഞെടുപ്പാണ്. പക്ഷേ എന്താ ചെയ്യുക, ഇപ്പോൾ നമ്മുടെ ഇതൊക്കെ അങ്ങനെ നിയമങ്ങളൊക്കെ ഇങ്ങനെ ആവുകൊണ്ട് നമ്മളത് അനുസരിച്ചാലേ പറ്റൂ. ഇവിടെ എന്തായാലും UDF-നാണ് സാധ്യത. കാരണം കഴിഞ്ഞ 9 മാസക്കാലത്ത് ഇടതുപക്ഷത്തിൻ്റെ ആ ജനങ്ങളുടെ ആ നിരാശ, അതേമാതിരി നമ്മുടെ ധൂർത്ത്, സർക്കാരിൻ്റെ ധൂർത്ത്, അതുപോലെ സാധാരണ ജനങ്ങൾക്കുള്ള എല്ലാ സാധനങ്ങൾക്കും വിലക്കയറ്റം, അങ്ങനെ ദുരിതപൂർണമായ ജനങ്ങളെ എങ്ങനെയായാലും ഈ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടാവും ഇക്കുറി വോട്ട് ചെയ്യുക. അത് ആര്യാടൻ ഷൗക്കത്തിനാണ് ചെയ്യുക. അതേമാതിരി മുസ്ലിം ലീഗ് ഘടകകക്ഷികളൊക്കെ വളരെ ആക്റ്റീവാണ്. ഇടതുപക്ഷം തന്നെ ഇക്കുറി ആര്യാടൻ ഷൗക്കത്തിന് വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം എല്ലാവരുടെ മനസ്സിലും മുറുമുറുപ്പുണ്ട്, ഭരണത്തിനെതിരായ ഒരു മുറുമുറുപ്പ് എല്ലാവരുടെ മനസ്സിലുണ്ട്, പാർട്ടിക്കാർക്ക് തന്നെ ഉണ്ട്. ആരാണ് പ്രവർത്തനത്തിൽ മുന്നിട്ട് നിൽക്കുന്ന അറിയാമോ? സ്വരാജ് തന്നെയാണ് ഇവിടെ ജയിക്കാൻ സാധ്യത. ഇവിടെ ആരാ ജയിക്കാൻ സാധ്യത? സ്വരാജ് തന്നെ. ജയിക്കും. അത്രയും പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. എന്തായാലും പറയാനുണ്ടോ? ആരാ ജയിക്കുമെന്ന് ആരെങ്കിലും പറയാമോ? നിങ്ങളിങ്ങനെ ചിരിച്ചോണ്ട് നിന്ന കാര്യം പറ. ആർക്കാ വോട്ട്, അല്ല ആരാണ് ജയിക്കാൻ സാധ്യത? ഇവിടുത്തെ രാഷ്ട്രീയ വിലയിരുത്തൽ വെച്ച് നോക്കുമ്പം അങ്ങനെയാണ് സാധ്യത കാണുന്നത്. ഞങ്ങളുടെ UDF-ന്റെ കേരളത്തിലെയും കേന്ദ്രത്തിലും നേതാക്കന്മാരെ കൂടെ ഉണ്ടല്ലോ. ഞങ്ങൾക്ക് ഭരണമില്ലാതല്ലേ ഉള്ളൂ. ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് പറഞ്ഞുകൂടെ? അദ്ദേഹം പരിഹരിക്കത്തില്ല. അപ്പം തരും. അവിടെ പറഞ്ഞാൽ തന്നെ അപ്പോൾ കൈയോടെ തരുമായിരിക്കും അല്ലേ? ഞങ്ങളുടെ താല്പര്യം ആരുടെ ഷൗക്കത്താണ്. ആരുടെ ഷൗക്കത്ത് ജയിച്ചു വരുന്നതാണ് എൻ്റെ വ്യക്തിപരമായ താല്പര്യവും. ഇവിടെ കൂടിയിരിക്കുന്ന ആൾ കൂടി ചോദിച്ചു നോക്കി, ആരൊക്കെ അവരുടെ അഭിപ്രായം ചോദിച്ചു നോക്കി. എനിക്ക് പറയാനുള്ള ഇതാണ്. നമുക്കൊന്നും പറയാം. ആര് ജയിച്ചാലും തോറ്റാലും വേണ്ടില്ല, ഇവിടെ ഒരു ബസ് സ്റ്റാൻഡ് ആവശ്യമുണ്ട്. അത് മുണങ്ങിപ്പോയ ബസ് സ്റ്റാൻഡ് ഇവിടെ നിലവിൽ കൊണ്ടുവരാനുള്ളൊരു ആവശ്യമുള്ളൂ നമുക്ക്, വേറെ ഒന്നും. അല്ല, ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിമാർ വന്ന് പറയുന്നുണ്ടോ ശരിയായി തരുമെന്ന്? അത് ആര് ജയിച്ചാലും കുഴപ്പമില്ല. അതായത് സാധാരണക്കാരൻ്റെ വോട്ട് വാങ്ങാനുള്ള യോഗ്യതപ്പെട്ട ഒരാൾ അൻവറാക്കിനെയാണ്. പാവങ്ങളെ സഹായിക്കാനും ഓരോ ശ്രദ്ധിക്കാനും ഓരോ വിഷയത്തിൽ സംസാരിക്കാനും മലയോര മേഖലകൾ വിഷയത്തിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും
കള്ളത്തരത്തിന് കൂട്ടിക്കാനും അനുവദിക്കാത്ത ഒരാളുടെ ഈ അൻവറാക്ക മാത്രമേ ഉള്ളൂ. മൂപ്പർക്ക് ജയിക്കാനും മൂപ്പർക്ക് വോട്ട് ചെയ്യാനും സാധാരണക്കാരൻ്റെ വോട്ട് അർഹതപ്പെട്ടത് അൻവറാക്ക. നമ്മളെ വോട്ടും നമ്മുടെ കുടുംബത്തിൻ്റെ വോട്ടും അൻവറാക്ക ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. ഇപ്പോഴത്തെ ഈ രാജിവെക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു, അങ്ങനെ അങ്ങ് ഇരുന്നാൽ പോരാ അടുത്ത തെരഞ്ഞെടുപ്പ്. അങ്ങനെയല്ല, മറ്റുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ട് ഓരോ വിഷയത്തിൽ ഓരോ വിഷയങ്ങൾ അതിന് ഓന് ഏൽക്കാത്തതിൻ്റെ പേരിൽ, മുഖ്യമന്ത്രി ഏൽക്കാത്തതിൻ്റെ പേരിൽ ഓന് അതിനൊന്നും അവഗണിച്ചങ്ങാണ്ട് അതിനെ സ്ഥാനമാനങ്ങൾ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതിൻ്റെ പേരിലാണ് അതിന് ഇറങ്ങി പോരാനുള്ള കാരണങ്ങളും വിഷയങ്ങളും. എന്തായാലും അൻവറിന് സപ്പോർട്ടാണ്, അൻവർ തന്നെ ഈ മണ്ഡലത്തിൽ ജയിച്ചു വരും, സംശയമില്ല. ഒന്നാം സ്ഥാനമോ രണ്ടാം സ്ഥാനമോ അൻവറാക്കുണ്ടാവും. 90% അൻവറാക്കാൻ 1000 വോട്ടിന് മേലേക്ക് ജയിച്ചിരിക്കും. നമുക്ക് അതിനെ പറയാനുള്ളത് അൻവറാക്ക ജയിക്കണം എന്നുള്ള കണ്ടീഷനാണ്. നമ്മളെ കൊണ്ട് കഴിയണ പരമാവധി നമ്മൾ ചെയ്യും. പക്ഷേ മണ്ഡലത്തിലൊക്കെ ഈ ഫ്ലെക്സും ഇതൊക്കെ ഉണ്ട്, വീട് വിടാൻ തരം കയറിയുള്ള പ്രവർത്തനമൊക്കെ നടക്കുന്നുണ്ടോ? നടന്നുകൊണ്ടേ ഇരിക്കണം. ആണോ? ഉള്ള ആൾക്കാരെ കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ.